ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ ഹാളും അങ്ങനത്തെ കുറച്ച് ഭാഗങ്ങളും ഇന്ന് അടിച്ച് ക്ലീനാക്കി തുടച്ച് ക്ലീനിങ് സെക്ഷനാണ്. തുടച്ച് നല്ല മുത്താക്കി എടുക്കണം. അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ സെക്ഷൻ നമ്പർ 1 ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത് അടിക്കലാണ് കേട്ടോ. മുക്കും മൂലകളിലും എല്ലാവിടെയും ഫാനിൻ്റെ ഇടകളിലൊക്കെ നമ്മൾ എല്ലാവിടെയും ആദ്യം അടിച്ചെടുക്കുക. പൊടികളുണ്ടാവും, മറ്റേ ചിലന്തി വല ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് അടിച്ച് വാരി ചോട്ടിട്ടതിന് ശേഷമാണ് നമ്മൾ തുടച്ചെടുക്കാൻ പോകുന്നത്. അതിൻ്റെ അടിയിലുള്ള പൊടികളൊക്കെ നമ്മൾ അതൊക്കെ അടിച്ച് ചോട്ടിലിടണം. രണ്ടുപേരും കൂടിയിട്ടാണ് ഈ സെക്ഷൻ ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ മാക്സിമം രണ്ടുപേരും കൂടി അങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ ഒരു എന്റർടൈൻമെന്റ് ആവുകയും ചെയ്യും, പെട്ടെന്ന് പരിപാടി നടക്കുകയും ചെയ്യും. നമ്മൾ അവിടെ നിന്ന് അടിച്ചിടുമ്പോൾ ഇവിടെ നിന്നൊക്കെ താഴത്തുള്ളതിനൊക്കെ ഒന്ന് അടിച്ചു വാരി എടുക്കുക. തുടക്കേണ്ട സെക്ഷനുകളാണ്. അപ്പം നിങ്ങളുടെ വീട്ടിലും ഹസ്ബൻഡ് വൈഫ് ആകുമ്പോൾ രണ്ടുപേരും കൂടി ചെയ്യുകയാണെങ്കിൽ നല്ല വൃത്തിയാവുകയും ചെയ്യും, ഇതുപോലെ സ്മൂത്തായി പോവുകയും ചെയ്യും. പറ്റണമെങ്കിൽ ചെയ്യുക, അല്ലാത്തൊരു നിർബന്ധിക്കാനുള്ള. പറ്റുകയാണെങ്കിൽ ഒരു ദിവസം ഫ്രീ ആയിരിക്കുന്ന സമയത്ത് രണ്ടുപേരും കൂടിയിട്ട് ഏത് സെക്ഷൻ ആണെങ്കിലും ശരി, പാത്രം കഴുകാണെങ്കിൽ ശരി, അലക്കാണെങ്കിൽ ശരി, എല്ലാത്തിലും ഷെയർ ആകുമ്പോൾ സ്മൂത്തായിട്ട് ആ മുന്നോട്ട് പോകും. അല്ലെങ്കിൽ ഒരാൾ നീ പെണ്ണല്ലേ, നീ മാത്രം അടിച്ചാൽ മതി, നീ മാത്രം തുടച്ചാൽ മതി, അതൊന്നുമല്ല. രണ്ടുപേരും കൂടി ആണെങ്കിൽ രണ്ടുപേരും കൂടി ആകുമ്പോൾ സ്മൂത്തായി പോകും. നമ്മുടെ പരിപാടി തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ക്ലീനിങ് സെക്ഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലീനിങ് സെക്ഷനിലേക്ക് പോവാം. നമുക്ക് ഡ്രസ് ചേഞ്ച് ചെയ്ത് വന്നിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് സെക്ഷനിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ പരിപാടി തുടങ്ങാൻ പോകുന്നു. അപ്പോൾ എല്ലാ സാധനങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. അടിക്കാനുള്ളതും ഇത് മാറാവല, ഇത് മാറാല അല്ലെങ്കിൽ ചിലന്തി വല അതിനൊക്കെ തട്ടാനുള്ളതും ഇത് അതുപോലെ തൂത്തുവരാനുള്ളതൊക്കെയാണ്. നിലമൊക്കെ തൂത്തുവരാനുള്ളതൊക്കെയാണ്. ഇത് പിന്നെ ആയുധം മറ്റേ ലാസ്റ്റ് തുടയ്ക്കാനുള്ളത്. അപ്പോൾ ബക്കറ്റും ഉണ്ട്. അപ്പോൾ തുടങ്ങാം. ഓക്കെ, സമയം കളയാതെ അപ്പോൾ സ്റ്റാർട്ട്. അപ്പോൾ നമ്മുടെ ഫാനിൻ്റെ മുകളിലൊക്കെ ഇല്ലേ മാറാലയൊക്കെ അല്ലെങ്കിൽ മറ്റേ ചിലന്തി വലയൊക്കെ മൂലയിലൊക്കെ ഉണ്ടാവും കേട്ടോ. അതിനൊക്കെ ശരിക്കും തട്ടിയെടുത്തിട്ട് ഇട്ട് വെച്ചാൽ അത്രയും ഗുണമൊന്നും. അല്ലെങ്കിൽ ഫാനിൽ നിന്ന് വരുന്ന കാറ്റ് കൊണ്ട് അതിന് മേത്ത് കൊണ്ട് വെച്ച് ചൊറിയാനും പിന്നെ എന്തെങ്കിലുമൊക്കെ ചിലന്തിൻ്റെ ആ അംശങ്ങൾ എന്തെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ ചില പൊള്ളാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇതൊക്കെ ചെയ്യാം. ഞങ്ങളുടെ നാട്ടിൽ ഇവിടെ വാറാമല എന്നാണ് പറയുക ചിലന്തി വലനെ. ചിലവിടെ മാറാല പറയും, പിന്നെ ചിലവിടെ ചിലന്തി വല, അങ്ങനെ കുറേ ഇതുണ്ട്. നമുക്ക് ഇവിടെ അങ്ങനെയാണ് പറയുന്നത്. നിങ്ങളുടെ അവിടെ എന്താണെന്ന് വെച്ചാൽ ആ പറയണത് എന്താണെന്ന് വെച്ചാൽ ചിലന്തി വലന് എന്താ പറയുന്നത് വെച്ചാൽ അത് കമൻറ്റിലൂടെ ഒന്ന് പറയട്ടാ. അപ്പോൾ എൻ്റെ സെക്ഷനിലേക്ക് ഞാൻ പോവാണ്. അപ്പോൾ ഞാൻ എൻ്റെ ക്ലീനിങ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു കേട്ടോ. ജനലൊക്കെ തുടയ്ക്കുമ്പോൾ ഇല്ലേ ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അവിടെയൊക്കെ പൊടികൾ കൂടുതൽ പൊടികൾ ഇവിടെയാണ് ഉണ്ടാവുക. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഗ്യാപ്പിലൊക്കെ എല്ലാവിടെയും ഒന്ന് ആ പൊടികളൊക്കെ തട്ടി കൊടുക്കണം കേട്ടോ.
സെറ്റിൽ വെച്ച് വിരിപ്പൊക്കെ ഇല്ല, അതൊന്ന് കുടഞ്ഞ് വിരിക്കണം. കുറേ ദിവസമായി അതിലൊക്കെ പൊടികൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് മാറ്റിയിട്ട് നമ്മൾ സെറ്റിലുള്ള പൊടികളൊക്കെ തുടച്ച് വൃത്തിയാക്കി നമുക്ക് വേറെ വിരിപ്പ് വിരിക്കാം. ഓക്കെ, ഭയങ്കര പൊടിയുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, അവിടത്തേക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഡൈനിങ് ടേബിളിൻ്റെ അവിടെയാണ് തുടയ്ക്കാൻ പോണത്. അപ്പോൾ എൻ്റെ ഫൈനൽ പരിപാടി ചെയ്യാൻ പോകുന്നു. ക്രിക്കറ്റ് ബാറ്റ് പോലെ ഞാൻ അടി മൊത്തം മുകളിൽ എല്ലാം അടിച്ചിട്ട എല്ലാ പൊടികളും ഫൈനൽ സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ തുടങ്ങാം. അപ്പോൾ എൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായി ഇത്രയും അഴുക്കുകളും പൊടികളും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയുമുണ്ട്, അതിൻ്റെ അപ്പുറത്ത് കുറച്ചും കൂടി അതും കൂടി അടിച്ചു വാരി നമുക്ക് ഇനി തുടയ്ക്കണ സെക്ഷൻ ഉണ്ട്, അതാണ് അവൾക്ക് കൊടുക്കാം. ഇപ്പോൾ അടിച്ച് മൊത്തം വാരുന്ന സെക്ഷൻ മാത്രമേ ഞാനുള്ളൂ. ഇനി അവിടെ തിരിയും കൂടി ഉണ്ട് കേട്ടോ, അവിടെ കൂടി അടിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ചേട്ടൻ്റെ അടിക്കുന്നതൊക്കെ കഴിഞ്ഞു. അപ്പോൾ അടുത്ത എൻ്റെ സെക്ഷനാണ് തുടയ്ക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളവും പിന്നെ അതിൽ കുറച്ച് ലൈസോളാണ് ഞാൻ എപ്പോഴും തുടയ്ക്കാൻ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടി ഒഴിച്ചിട്ട് നമ്മൾ തുടയ്ക്കുന്നത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ പോയി വെള്ളം കൊണ്ടുവരാം കേട്ടോ. വന്നിട്ടുണ്ട്, നമ്മുടെ ലൈസോൾ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് തുടയ്ക്കാം കേട്ടോ. തുടച്ച് കഴിയാറായി, കുറച്ചുകൂടി ബാക്കിയുണ്ട്. അത് നോക്ക്, ഇത്രയും ചളിയാണ് കേട്ടോ. നോക്ക് ആ വെള്ളത്തിൻ്റെ കളറ്, ഇത്രയും ചളി. ഒരു ഹാളിൽ മാത്രം അത്രയും പൊടിയുള്ള ചളികളാണ് ഇപ്പോൾ ആ വെള്ളത്തിൽ കിടക്കുന്നത്. നമ്മുടെ ക്ലീനിങ് സെക്ഷൻ ഏകദേശം കഴിഞ്ഞു കേട്ടോ. അപ്പം കുറച്ച് ബാക്കിയുള്ള സ്ഥലം കൂടി ഒന്ന് തുടച്ചെടുക്കട്ടെ. എൻ്റെ അടിച്ചു വാരലും അവളുടെ തുടച്ചെടുക്കലും എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഒക്കെ നല്ല ഫ്രഷ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്യുക കേട്ടോ. ഇനി റൂമുകൾ ചെയ്യാണ്ട് അതൊന്നും ഇപ്പം നടക്കുന്ന കേസല്ല. ഉള്ള സമയം കൂടെ നമ്മൾ ചെയ്തെന്ന് മാത്രം. റൂമുകൾ ചെയ്യണമെങ്കിൽ മുകളിലൊക്കെ തട്ടിയടിക്കുമ്പോൾ ആ ബെഡിൻ്റെ മേലിലൊക്കെ ആവും, അവിടെ ഇവിടെയൊക്കെ അതിനൊക്കെ അടിച്ച് വാരിടുമ്പോൾ സമയം ബെഡുകളൊക്കെ പുറത്തിറക്കി അങ്ങനെയൊക്കെ മുകളിൽ എന്തെങ്കിലും വിരിപ്പൊക്കെ വെച്ചിട്ട് നല്ല സമയം എടുക്കും. അതുകൊണ്ടാണ് നമ്മൾ ഹാള് മാത്രം ചെയ്തത്. പിന്നെ ഒരു ദിവസം നമുക്ക് റൂം വേണമെങ്കിൽ നല്ല റൂം ചെയ്യണം. പിന്നെ ഒരു ദിവസം റൂം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഭയങ്കര ടയർഡായി. അപ്പോൾ ഇനി കുളിക്കണം അല്ലേ?
മുടിയൊക്കെ മേനയായിട്ടുണ്ടല്ലോ, അപ്പോൾ കുളിക്കണം, ഫ്രഷ് ആകണം. അതാണ്. ഇനി നെക്സ്റ്റ് വീഡിയോ എങ്ങനത്തെ വീഡിയോ ഇടണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കമന്റിൽ കൂടെ പറയണം. അപ്പോൾ അതുപോലെ ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും, ട്രൈ ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ക്ലീനിങ് സെക്ഷൻ ആയിരുന്നു. അപ്പോൾ ചേട്ടനൊരു സെക്ഷൻ, ഞാനൊരു സെക്ഷനായിട്ട് ഏകദേശം അത് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ അല്ലേ? അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകുറ്റമുണ്ടെങ്കിൽ ക്ഷമിക്കുക, അത് കമന്റിലൂടെ പറയും ചെയ്യുക. ചീത്ത വിളിക്കരുത് ആരും, ക്ഷമിക്കുക. നമ്മളെ കൊണ്ട് പറ്റാവുന്ന നമ്മൾ ചെയ്യണത്, അതുകൊണ്ട് ആരും ചീത്ത വിളിക്കരുത്. പിന്നെ ഞങ്ങൾ ചെയ്യുന്നതൊക്കെ ഒരു എന്റർടൈൻമെന്റ് ആണ്. നമ്മൾ ഷോർട്സ് ഒക്കെ ചെയ്യുന്നത് ഒരു ഫണ്ണിയാണ്. അങ്ങനെ തന്നെ എല്ലാവരും കണക്കാക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും വലിയൊരു ബൈ, ഹായ്, ടാറ്റ.